നമുക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ചിലത് ജമാഅത്തെ ഇസ്ലാമിയെ വളരെ ശക്തമായി വിമർശിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വേദിയിൽ കൊണ്ടുവരാതിരുന്നത് എന്നാണ്. സ്വാഗത പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മളും നിങ്ങളും ആഗ്രഹിക്കുന്ന കേരളത്തിലെ വളരെ ശക്തരായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശകന്മാരെ നമ്മൾ വളരെ ആദരപൂർവം 1ഉം 2ഉം തവണ ക്ഷണിച്ചിരുന്നു. ആദ്യം ഈ പരിപാടി നവംബർ 24 നിശ്ചയിച്ചു, അതിലേക്ക് ക്ഷണിച്ചു. പ്രയാസങ്ങൾ അവരെ അറിയിച്ചപ്പോൾ ഡിസംബർ 11 ഡേറ്റ് മാറ്റിക്കൊണ്ട് നമ്മൾ അത്തരം ആളുകളെ വീണ്ടും ക്ഷണിക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴും അവർ അസൗകര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ മുഖവിലക്കെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ സ്റ്റേജുകളിലും പേജുകളിലും ശക്തരായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശകന്മാരെ കേൾക്കാറുണ്ട്. അവരിവിടെ വരണം, അവര് ജമാഅത്തിനെ തുറന്ന് വിലയിരുത്തണമെന്ന് തന്നെയായിരുന്നു നമ്മുടെയും സംഘാടകരുടെയും വളരെ വലിയ ആഗ്രഹം. പക്ഷേ അവരുടെ അസൗകര്യം കൊണ്ട് അവരിവിടെ എത്തിയിട്ടില്ല എന്ന വിവരം വളരെ പ്രയാസത്തോടു കൂടി തന്നെ അറിയിക്കുകയാണ്. അത്തരം ചോദ്യകർത്താക്കൾ അങ്ങനെ ഒരു ചോദ്യം ഉയർത്തിയതിനെ ആദരപൂർവ്വം ഞങ്ങൾ കാണുകയും ആണ്. ചോദ്യോത്തര സെഷൻ ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയുന്നത് സഹോദരി PV റഹ്മാബിയാണ്. ചോദ്യം: സ്ത്രീകൾ കുടുംബം നോക്കി നടത്തേണ്ടവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ജമാഅത്ത് മുജാഹിദ് സംഘടനകൾ അവരെ പൊതുപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. ഇസ്ലാമികമായി എന്ത് തെളിവാണ് ഇതിനുള്ളത്? മറുപടി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം സഹോദരി PV റഹ്മാബി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹമുള്ള വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെയുള്ള കൽപ്പനകളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും അതിലുപരി ഈ വിശ്വാസ സംഹിതയുടെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള വസിയ്യത്തും അംഗീകരിച്ചുകൊണ്ടാണ്, അനുസരിച്ചുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. മനുഷ്യ തലമുറയുടെ നിലനിൽപ്പിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെയും സ്ത്രീയെയും വ്യത്യസ്ത പ്രകൃതത്തിലൂടെ അവരുടെ ആകൃതിയിലും ആകാരത്തിലും സ്വഭാവ മഹിമകളിലുമൊക്കെ ഏറെ വ്യത്യാസങ്ങൾ നൽകിക്കൊണ്ട് തന്നെ സൃഷ്ടിക്കുകയും അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വേഷവിധാനങ്ങളിലടക്കം സ്വഭാവചര്യകളിലടക്കം നൽകിക്കൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുമ്പോൾ ഏറ്റവും പരമലക്ഷ്യം എന്ന് നമ്മൾ കാണുന്ന അള്ളാഹു എന്തിനാണോ മനുഷ്യരെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് ആര് എന്ന് പരീക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ വശം വെച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ നീങ്ങുമ്പോൾ ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിച്ചെടുക്കുന്നതിൽ സൃഷ്ടാവായ നാഥൻ പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ വിവിധ വശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിലും പുരുഷനും സ്ത്രീക്കും പങ്കുണ്ട്. പുരുഷൻ പൊതുപ്രവർത്തനത്തിന്, പുരുഷൻ മറ്റധ്വാനത്തിന് വേണ്ടി പോകുന്നതോടൊപ്പം തന്നെ
കുടുംബത്തിൻ്റെ കാര്യം പുരുഷ പ്രകൃതം വെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്ത്രീയുടെ മാതാവിൻ്റെ സ്നേഹ ദയയോട് കൂടിയിട്ടുള്ള കാരുണ്യത്തോട് കൂടിയിട്ടുള്ള ആ വികാരം വെച്ചുകൊണ്ട് നൊന്ത് പ്രസവിക്കുന്നവരും മുലയൂട്ടി വളർത്തുന്നവരും കുറേ കാലം മക്കളെ കൊണ്ടു നടക്കുന്നവരും എന്നതിൽ സ്ത്രീക്ക് പ്രത്യേകമായി കുടുംബത്തെ പരിപാലിക്കുന്നതിലും ഇസ്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഈ ബാധ്യതകൾ നിർവഹിക്കണമെങ്കിൽ കൂടി സ്വന്തം കുടുംബത്തെയും സ്വന്തം അയൽ പ്രദേശങ്ങളെയും അയൽവാസികളെയും അടക്കം ഇസ്ലാം എന്തിനാണോ എന്നെ കൽപ്പിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ വളർത്തണമെങ്കിൽ കൂടി സ്ത്രീ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരുടെ പ്രിയപ്പെട്ട പത്നിമാർക്കും മക്കൾക്കും സഹോദരിമാർക്കും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. ഖുർആൻ പഠിച്ചുകൊണ്ട് തിരുസുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ സ്ത്രീകളെ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് പുരുഷന്മാരെയും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, മനുഷ്യ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പഠിപ്പിച്ചിട്ടുള്ളത്, അതിനു വേണ്ട മാർഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു. സൂറത്തുൻ നഹ്ലിൽ നമുക്ക് കാണാൻ പറ്റും 97-ാമത്തെ ആയത്തിൽ മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. വിശ്വാസികളായിക്കൊണ്ട് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫൽനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നാം നല്ല ജീവിതം നാം അവർക്ക് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യും. വീണ്ടും അല്ലാഹു പറയുന്നു സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാൻ പറ്റും 124-ാമത്തെ ആയത്തിൽ വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ വഹുവ മുഅ്മിൻ, അവർ വിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമുന നഖീറ, അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അവർക്ക് യാതൊരു തരത്തിലുള്ള അക്രമവും അനീതിയും അവരുടെ മേൽ അള്ളാഹു കാണിക്കുകയില്ല. വീണ്ടും അള്ളാഹു പറയുന്നു, ഓഫറിൽ നമുക്ക് കാണാൻ സാധിക്കും വമൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. അർത്ഥം പറയാതെ തന്നെ നമുക്കറിയാം. ഇതിലൊക്കെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെയാണ്. അവർ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള പരിഗണന, ഈ ജീവിതത്തിലും അവർക്ക് ഗുണം ലഭിക്കുക, ആ അർത്ഥത്തിൽ അവർ പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം സഹായികളും സഹകാരികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച വശത്തും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് തൗബയിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന കാര്യത്തിൽ വയൻഹൗന അനിൽ മുൻകർ, തിന്മ തടയുന്ന കാര്യത്തിൽ അവർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ട് അവർ മുന്നോട്ട് പോകണം. വയുഖീമുന സ്വലാത്ത വയുത്തൂന സക്കാത്ത വയുതീഊന അല്ലാഹ വറസൂല ഉലൈക സയർഹമുഹുമുല്ലാഹ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അതിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു നന്മ കൽപ്പിക്കുന്നതിലും തിന്മ തടയുന്നതിലും സ്ത്രീയും പുരുഷനും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹുവിൻ്റെ ഈ ആജ്ഞ അനുസരിച്ചുകൊണ്ടാണ്, ഏറ്റെടുത്തുകൊണ്ടാണ്, അത് നിർവഹിക്കേണ്ടവരാണ് ഈ ഭൂലോകത്ത് ഉമ്മത്തുൻ ഖൈറു ഉമ്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യത എന്ന് മനസ്സിലാക്കിയ മഹത്തായ പ്രസ്ഥാനം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഈ പ്രവർത്തന മേഖലയിൽ സ്ത്രീകളെയും അതിൻ്റെ പ്രവർത്തകരോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളോടുമൊപ്പം ഇത്തരത്തിലുള്ള സംസാരമടക്കം മനസ്സിലാവുന്ന തരത്തിൽ ആനുകാലിക വിഷയങ്ങൾ
ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതുവരെ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരിമാരെ വരെ വാർത്തെടുക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പോരാ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആലോചിച്ച് നോക്കണം. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് 1,20,000-ലധികം വിശ്വാസികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചല്ലോ, ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ? അലാ ഹൽ ബല്ലഗ്തു. ഉടനെ ബലായ റസൂലല്ലാഹ് എന്ന ആ ജനലക്ഷങ്ങൾ അവിടെ നിന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞ സമയത്ത് ഉടനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പടച്ചവനെ നീയാണിതിന് സാക്ഷി, അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെട്ട സമയത്ത് ആ ജനലക്ഷങ്ങളോട്, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആ ജനലക്ഷങ്ങളോട് പറഞ്ഞു, ഹൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവർ, ഈ സത്യം ഇവിടെ ഹാജറില്ലാത്തവർക്ക്, തലമുറയായി കടന്നു വരുന്ന ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീഉൽ അവ്വൽ 12 ഏറെ ഈ സമയത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ പൊതുസമൂഹം ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വസിയ്യത്ത് മറന്നുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. പക്ഷെ എല്ലായിടത്തും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു തന്നു. ആ മര്യാദകൾ നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രവർത്തനം എന്നല്ല, പള്ളിയിൽ പോലും പോകുന്നത് അത് വിലക്കിക്കൊണ്ടുള്ള ആജ്ഞകളും വന്ന് നമുക്ക് കാണാൻ സാധിക്കും. പൊതുസമൂഹം ഈ അർത്ഥത്തിൽ നമ്മളോട് പുരുഷന്മാരോടും പറഞ്ഞു, യൗല്ലൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. പുരുഷന്മാരോട് പറഞ്ഞു അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. പൊതുപ്രവർത്തനത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉള്ളിടത്തല്ലേ പുരുഷന്മാരോട് ഈ അർത്ഥത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ സ്ത്രീകളെ കാണുന്ന സമയത്തും ഇത്തരത്തിൽ ഇടപഴകേണ്ടി വരുന്ന സന്ദർഭത്തിലും നിങ്ങൾ സൂക്ഷിക്കേണ്ട രൂപത്തിൽ നിങ്ങളുടെ ദൃഷ്ടികളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ ആലോചിക്കണം. അതേ സംഗതി സ്ത്രീകളോടും പറഞ്ഞു. സൂറത്തുൻ നൂറിൽ നമുക്കത് കാണാൻ സാധിക്കും. അവർ അവരുടെ ദൃഷ്ടികൾ, സ്ത്രീകളും ദൃഷ്ടികൾ സൂക്ഷിക്കട്ടെ, അവർ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കട്ടെ. പുരുഷന്മാരോടും പറഞ്ഞു അതേ സംഗതി. പക്ഷെ സ്ത്രീയുടെ പ്രകൃതം വെച്ചിട്ട് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചില വശങ്ങൾ അവിടെ പറഞ്ഞു. അത് മറ്റൊരു ചോദ്യം വരുന്നത് കൊണ്ട് ആ സമയത്ത് ഞാൻ അത് വിശദീകരിക്കും. ഈ അർത്ഥത്തിൽ മാനമര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പുരുഷന്മാർ വീട്ടിലില്ലാതിരിക്കെ അൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ വമാലിഹി എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണോ ഞാൻ പഠിക്കുന്ന ഖുർആൻ സ്റ്റഡിയിലൂടെ, തംഹീദുൽ മർഇയിലൂടെ, ഹൽക്ക ക്ലാസുകളിലൂടെ, വാരാന്ത യോഗങ്ങളിലൂടെ കിട്ടുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഫിഖ്ഹി പ്രശ്നങ്ങളും ഒക്കെ തന്നെ കർമ്മശാസ്ത്രവും ഒക്കെ ഞാൻ പഠിച്ച് എൻ്റെ ഇണക്ക് കൈമാറി, എൻ്റെ പൊന്നു മക്കൾക്ക് കൈമാറി, എൻ്റെ അയൽവാസികൾക്ക് കൂടി കൈമാറി ഈ സമൂഹത്തെ ഏറ്റവും ഉത്തമമായ മനുഷ്യ സമൂഹമായി വാർത്തെടുക്കാൻ എനിക്ക് എന്ത് കഴിയും, ആ കഴിയുന്നത് ഞാൻ ചെയ്യും എന്ന ആ മനസ്സോട് കൂടിയിട്ടാണ് അൽഹംദുലില്ലാഹ് ജമാഅത്തെ ഇസ്ലാമി ഈ അർത്ഥത്തിൽ തുടക്കം മുതൽ ഈ സമയം വരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗവാക്കായി സ്ത്രീകളെ വളർത്തിയെടുത്തത്. അതിന്റെ ഭാഗമായി വളരെ നേട്ടം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് നൽകട്ടെ. ആ അർത്ഥത്തിൽ അതിനെ നെഞ്ചേറ്റിക്കൊണ്ട് ഒരിക്കലും കുടുംബത്തിന്റെ താളപ്പിഴയിലേക്കല്ല എൻ്റെ പ്രവർത്തനം പോവേണ്ടത്. ഏറ്റവും ഭദ്രതയുള്ള ഖുർആൻ പറഞ്ഞ രൂപത്തിലുള്ള അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട കുടുംബമായി എൻ്റെ പ്രവർത്തനത്തിലൂടെ എൻ്റെ കുടുംബത്തെ ഞാൻ വാർത്തെടുക്കും എന്ന മനസ്സോടെ നമ്മുടെ സ്ത്രീകളെ പഠിപ്പിക്കുവാനും അവർക്കിതിനെ ഖുർആൻ പഠിക്കുവാനും ഇസ്ലാം പഠിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അവസരമുണ്ടാക്കി കൊടുക്കുവാൻ എൻ്റെ സഹോദരന്മാരും നമ്മുടെ പൊതുസമൂഹത്തിനും നമ്മുടെ മത പണ്ഡിതന്മാർക്കും സാധ്യമാവട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഒ അബ്ദുറഹ്മാൻ സാഹിബിനോടാണ് അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതിനാലല്ലേ എല്ലാ മതക്കാർക്കും തുല്യ അവകാശം നൽകുന്ന സെക്കുലറിസം ഇവിടെ നിലനിൽക്കുന്നത്? ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ ഇന്ത്യയും മതാധിഷ്ഠിത ഇസ്ലാമിക രാജ്യമാവുകയും മറ്റ് മതാനുയായികൾ രണ്ടാന്തരം പൗരന്മാരാവുകയോ മതം മാറാൻ നിർബന്ധിതരാവുകയോ ചെയ്യുമായിരുന്നില്ലേ? ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്.
ആ ഭരണഘടന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും എല്ലാവരും കൂടി അംഗീകരിച്ചതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ ഭരണഘടനയിൽ ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും തുല്യാവകാശമുള്ള, യാതൊരു വിവേചനവും അനുഭവിക്കാത്ത ഒന്നായിരിക്കും ഇന്ത്യ രാജ്യം എന്ന് വിഭാവനം ചെയ്തതാണ് ഭരണഘടനയുടെ ലക്ഷ്യം. ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെന്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിൽ ഒരു വിവേചനവും അനുവദിക്കുന്നില്ല. ഇത് അംഗീകരിച്ചത് മുസ്ലിങ്ങൾ കൂടി അംഗങ്ങളായ ഭരണഘടനാ സഭയാണ്. ആ ഭരണഘടന ഇപ്പോഴും മാറ്റമില്ലാതെ, വലിയ ഭേദഗതികളില്ലാതെ തുടരുന്നു. ആ തത്വങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ അവർ ഈ രാജ്യം എന്താകുമായിരുന്നു എന്ന ചോദ്യം അപ്രസക്തമാണ്. മുസ്ലിങ്ങളുടെ രാജ്യത്ത് സെക്യുലർ രാജ്യങ്ങൾ, മുസ്ലിങ്ങളുടെ ഭരണത്തിൽ സെക്യുലർ രാജ്യങ്ങളുണ്ട്, സെക്യുലറിസത്തിൽ നിന്നും വ്യത്യസ്തമായ രാജ്യങ്ങളുമുണ്ട്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഒന്നും ലോകത്തില്ല. ശരിയായ അർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകത്തില്ല. സൗദി അറേബ്യയിൽ അവിടുത്തെ രാജവംശത്തെ ഇതിൻ്റെ അടിസ്ഥാനം ഞാൻ അവരുടെ ഭരണഘടന വായിച്ചിരുന്നു. എൻ്റെ തന്നെ കോപ്പിയുണ്ട്. സൗദി അറേബ്യയുടെ ഭരണഘടനയുടെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ആ ഭരണഘടനയാക്കും ഇസ്ലാമിൻ്റെ എല്ലാ തത്വങ്ങളോടും നീതി ചെയ്യുന്നതല്ല. ഇറാൻ ഭരണഘടന ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നാണ് ആ രാജ്യത്തെപ്പറ്റി പറയുന്നതെങ്കിലും അതും പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണഘടനയല്ല. അതുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇത് അനുവദിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം അപ്രസക്തമാണ്. അതേ അവസരത്തിൽ ഒരു ഇസ്ലാമിക ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എങ്ങനെയായിരിക്കണമെന്ന് 1951 കറാച്ചിയിൽ യോഗം ചേർന്ന അഖില പാകിസ്ഥാൻ ഇസ്ലാമിക സംഘടനകളുടെ സമ്മേളനം സെയ്ദ് സുലൈമാൻ നദിയുടെ നേതൃത്വത്തിലായിരുന്നു, അത് അധ്യക്ഷതയിലായിരുന്നു ചേർന്നത്. സെയ്ദ് അബുലാല മൗദൂദിയൊക്കെ അതിൽ മുഖ്യ പങ്ക് വഹിച്ചതാണ്. ആ സമ്മേളനം അംഗീകരിച്ച ഒരു രൂപരേഖയുണ്ട് ഭരണഘടനയ്ക്ക്. 22 വകുപ്പുകളുണ്ട്. ആ ഭരണഘടന, ആ വകുപ്പുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടുത്തെ എല്ലാ പൗരന്മാർക്കും സമ്പൂർണമായ സമത്വവും വിവേചനങ്ങളില്ലാത്ത അവകാശങ്ങളും നൽകുന്നുണ്ട്. ഇതൊന്നും കാണാതെ സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിനാകെ കാരണമായത് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടെന്ന് അവകാശപ്പെടുന്നത് വസ്തുതയല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴാവട്ടെ ആ സെക്യുലറിസത്തെയും നിരാകരിക്കുന്ന കക്ഷിക്കാണ് ഇവിടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്. അവർ അധികാരത്തിൽ തുടരുന്നത്. ഒരർത്ഥത്തിലും ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന മതേതരത്വത്തെ അവർ അംഗീകരിക്കാതെ ഇന്ത്യയെ എന്തു രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എല്ലാവരും ചേർത്ത് തോൽപ്പിക്കുകയല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ആ കാര്യത്തിലൊരു ബാധ്യതയില്ല എന്നുകൂടി ഞാൻ ഓർപ്പിക്കാം. അടുത്ത ചോദ്യത്തിന് മറുപടി പറയുന്നത് ബഹുമാന്യനായ VT അബ്ദുള്ള കോയ തങ്ങളാണ്. ചോദ്യം ഇതാണ്: ഫാസിസം ഇന്ത്യയിൽ ഏറെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേവലം ഉത്ബോധനവും പ്രസംഗവും ഖുർആൻ ക്ലാസും കൊണ്ട് അതിനെ പ്രതിരോധിക്കാമെന്നാണോ ജമായത്ത് വിചാരിക്കുന്നത്? ശക്തമായി നേരിടാൻ നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങളെ ജമായത്തെ ഇസ്ലാമി തുരങ്കം വെക്കുകയും ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും ഫാസിസത്തെ നേരിടാൻ മുസ്ലിം സമൂഹത്തെ സജ്ജമാക്കേണ്ടതില്ലേ എന്നാണ് ചോദ്യം. അതേ ഒരു ചോദ്യം മറ്റൊരു സുഹൃത്ത് ആവർത്തിച്ചിരിക്കുന്നത്: എന്തുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമി ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കാത്തത്? പ്രതിരോധം ഇസ്ലാമിന്റെ മാർഗമല്ലെന്നുണ്ടോ? ഈ ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയ തങ്ങൾ മറുപടി പറയുന്നു. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഫാഷിസത്തിൻ്റെ ഭീഷണി ചെറുക്കുന്നതിന് ഇവിടുത്തെ ഒരു ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം സായുധമായ രീതി സ്വീകരിക്കേണ്ടതല്ലേ? അങ്ങനെ ചില പ്രവണതകൾ കാണിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതി ജമാഅത്ത് സ്വീകരിക്കുന്നത് ശരിയാണോ? ഈ വിഷയത്തിൽ വളരെ കൃത്യമായും ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിലപാടുണ്ട്. ആ നിലപാട് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ശിഥിലമായി ആയുധങ്ങളെടുത്ത് ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് ശ്രമിക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അനിസ്ലാമികമാണ്, അനുവദനീയമല്ല എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് വ്യക്തിപരമായി പറയുന്നതിന് തടസ്സമുള്ളത് കൊണ്ടല്ല, ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ അവശേഷിക്കുന്നു എന്നതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കി ഞാൻ അതിൻ്റെ ആ തലത്തിലുള്ള വിശകലനം ഇപ്പോൾ ഇവിടെ നടത്തുന്നില്ല. പിന്നെ ഇന്ത്യ രാജ്യത്തെ ഈ ഫാഷിസത്തിൻ്റെ ഭീഷണിയെ എങ്ങനെ ചെറുക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിലെ ഈ ഫാഷിസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സംഘടിത ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നം മാത്രമാണ്.
യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹവും അവർഗീയ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അപ്പോൾ ഈ സംഘടിത സവർണ ഫാസിസ്റ്റ് മനസ്ഥിതിയുള്ള ആളുകളുടെ താല്പര്യമാണ് മതന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് തുല്യ നാണയത്തിൽ ഞങ്ങളെ തിരിച്ചടിച്ച് അങ്ങനെ ഹിന്ദുക്കൾക്കെതിരാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർത്ത് നിഷ്പക്ഷരായ ആളുകളെ കൂടി ഞങ്ങളുടെ ചേരിയിലേക്ക് ചേർക്കണം എന്നത് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ വർഗീയവാദികളുടെ അജണ്ടയാണ്. വിവേകശൂന്യമായി തുല്യ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ അജണ്ട വിജയിപ്പിച്ചു കൊടുക്കുന്നവരാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങൾ ചെയ്യേണ്ടത് അവർഗീയ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ വോട്ടിന് ബുള്ളറ്റിനേക്കാൾ വില ബാലറ്റിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതനിരപേക്ഷ അവർഗീയമായ ഒരു രാഷ്ട്രീയ വേദി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ വിവേകപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. വികാരപരമായ ഒരെടുത്തുചാട്ടവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്ന് മാത്രമല്ല, ഈ പ്രശ്നത്തിൽ അത് ആത്മഹത്യാപരമായിരിക്കുകയും ചെയ്യും. ഞാൻ രണ്ട് വശമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ സായുധമായി പ്രതിരോധിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ അനുവദനീയമല്ല. അതിന് ഒരുപാട് തെളിവുകളുണ്ട്, അതിലേക്ക് കടക്കാൻ ഈ സമയം അനുവദിക്കുകയില്ല. രണ്ടാമത്തേത്, പ്രായോഗികമായി സംഘപരിവാറിനെ തടയുന്നതിന് ഈ രാജ്യത്തെ മതനിരപേക്ഷതയിലും സമാധാനത്തിലും അവർഗീയതയിലും വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ ഒന്നിച്ചു അണിനിരത്താനുള്ള സമാധാനപരവും വിവേകപൂർണവുമായ നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇന്ത്യയായും മതനിരപേക്ഷ രാഷ്ട്രമായും ജനാധിപത്യ പ്രകൃതത്തോടും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിൽ എന്നും ഈ രാജ്യത്തെ മുഴുവൻ സമാധാന പ്രേമികളോടുമൊപ്പം ജമാഅത്തെ ഇസ്ലാമി മുൻനിരയിലുണ്ടാകും എന്ന് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി പോലെയുള്ള സംരംഭങ്ങളിലൂടെ അത് നാളിതുവരെയും തെളിയിച്ചിട്ടുണ്ട്. സമൂഹത്തിന് അത് ബോധ്യമുണ്ട്. വെറുതെ നിഴൽ യുദ്ധം നടത്തിയതുകൊണ്ട് ഫാഷിസത്തെ ഒന്നും ചെയ്യാനാവുകയില്ല. സഹോദരി റുക്സാനയോടാണ് അടുത്ത ചോദ്യം. മുസ്ലിം സ്ത്രീകളെ രംഗത്തിറക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി കാണിക്കുന്ന കാർക്കശ്യം യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളെ വഴിതെറ്റിക്കുന്നില്ലേ? ഒരു പരിധിവരെ ഫെമിനിസം വളർത്തുന്നതിന് കാരണമാകുന്നു. ഇത് ഇസ്ലാമിന്റെ നിലപാടുമായി ഒത്തുപോകുന്നുണ്ടോ? ജിയോ സംസ്ഥാന പ്രസിഡന്റാണ് റുക്സാന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യം: ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ ബലാത്കാരമായി അല്ലെങ്കിൽ മറ്റു സംഘടനകൾ ചെയ്യുന്നതിനുമപ്പുറം കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലും പൊതുപ്രവർത്തനത്തിലും ഇടപെടുത്തേണ്ടതുണ്ടോ? ഇത് വഴിതെറ്റിക്കുന്നില്ലേ എന്നതാണ്. രണ്ടാമത്തത്, ഫെമിനിസം വളർത്തുന്നതിന് ഇത് ഒരു പരിധിവരെ കാരണമാകുന്നില്ലേ എന്നതുമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്ത്രീവിരുദ്ധമാണ് എന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിയെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത്ര വർഷക്കാലമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സെക്യുലർ ലിബറൽ വായനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ, ഒരു വശത്ത് പറയുന്നത് ഇങ്ങനെ പുറത്തിറക്കിയാൽ ഇവർ വഴിതെറ്റിപ്പോവില്ലേ എന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ തന്നെ വിലയിരുത്തുന്ന ഈ അവസരത്തിൽ പോലും സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ: അവൾ വഴിതെറ്റുകയില്ലേ? കുടുംബമല്ലേ പ്രധാനം? പ്രണയത്തിൽ അവൾ അകപ്പെടുകയില്ലേ? ഇനിയും വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഒരുപാട്. എനിക്ക് നിരാശയാണ് ഇത്തരം ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത്. പ്രസ്ഥാനത്തിനോടല്ല, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു സംസാരിക്കുന്നവർ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടികൾ, അത് ഇവിടെ സൃഷ്ടിച്ചെടുത്ത ഒരു മനോഭാവത്തെ മാറ്റിയെടുക്കുവാൻ ഇനിയും എത്രയോ കാലം കൂടുതൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പണിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നതോർക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രയാസമാണ് തോന്നുന്നത്. കാരണം
സോഷ്യലിസം, സെക്യുലറിസം, ജനാധിപത്യം തുടങ്ങിയ ചോദ്യങ്ങൾ വരുന്നത് അത് പുരുഷന്മാരെ ഉദ്ദേശിച്ചാണ്. മുസ്ലിം സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾ എന്നുമുള്ളതുപോലെ ഇതാണ് എന്ന് വരുമ്പോൾ എവിടെയോ പിഴച്ചു പോയിട്ടുണ്ട് എന്നർത്ഥം. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം എനിക്ക് തോന്നി, ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ 2009 കോഴിക്കോട് നടന്ന സൗന്ദര്യ മത്സരത്തിനെതിരെ നടന്ന സമരമായിരിക്കും ആദ്യത്തേതെന്ന്. പക്ഷേ പ്രബോധനം വാരികയിൽ നമ്മുടെ ചരിത്രത്തെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങിയ വായനയിൽ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ, കുറച്ച് പൊടിതട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് 1984 GIO രൂപീകരിച്ചതിൻ്റെ 2 വർഷത്തിന് ശേഷം 1986 കേരളത്തിലുടനീളം ഒരു കേരള യാത്ര GIO നടത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ്, കവലപ്രസംഗങ്ങളിലൂടെ സ്ത്രീപീഡനത്തിനെതിരെ ശക്തിയുക്തം അവർ ഈ കേരളീയ സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒടുവിൽ ആ യാത്ര തിരുവനന്തപുരത്ത് വെച്ച് അവസാനിപ്പിച്ച് പി രാമചന്ദ്രൻ, അന്ന് ഗവർണറായിരുന്ന പി രാമചന്ദ്രന് നിവേദനം സമർപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പ്രസ്ഥാനം എന്നത് ഒരു വശത്ത്. ഈ വഴി പിഴക്കുക എന്നത്, വഴിതെറ്റുക എന്ന് പറയുന്നത്, നേരത്തെ റഹ്മാ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പെണ്ണ് പെണ്ണിനെയല്ല പ്രണയിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. പെണ്ണ് പ്രണയിക്കുന്നത് ആണിനെയാണെന്ന് കരുതുന്നു. സ്വാഭാവികമായും ആണിന് എന്തൊക്കെ സദാചാരബോധങ്ങളുണ്ടോ അത് തന്നെയാണ് ഇസ്ലാം പെണ്ണിനും പറഞ്ഞിട്ടുള്ളത്. അത് പ്രവർത്തന മണ്ഡലത്തിൽ അവർ ഇറങ്ങുന്നതോടുകൂടി ഊരിപ്പോകുന്ന ഒരു സാധനമല്ല സദാചാരം എന്നതാണ് ഇസ്ലാമിൻ്റെ പാഠമെന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുദാഹരണം വിശുദ്ധ ഖുർആനിൽ തന്നെ എനിക്ക് തോന്നുന്നു, ഇന്ന് നമ്മൾ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച്, ഏകാധിപതിയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന NDA സർക്കാരിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയുടെ ഭരണതന്ത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പാർലമെന്റിൽ കുറേ നാളായി പ്രതിപക്ഷത്തിന്റെ സംസാരത്തിന് മറുപടി ഞാൻ പറയില്ല എന്ന് ഒരു ജനാധിപത്യ സ്വഭാവത്തിലൂടെ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പക്ഷേ ഫിർഔൻ എന്ന ഇന്നേത്തരം ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിക്കെതിരെ അദ്ദേഹം തൻ്റെ ഭർത്താവായിരുന്നിട്ട് കൂടി നജ്ജിനി മിൻ ഫിർഔന വ അമലിഹി എന്ന് പ്രാർത്ഥിച്ച ആസിയ ബീവിയാണ് ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ ഈ സ്വേച്ഛാധിപത്യത്തിനും ഏകാധിപത്യത്തിനും എതിരെ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ സ്ത്രീ ആസിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ശബ്ദത്തെ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന, ഇനി ജീവിച്ചിരിക്കാനിരിക്കുന്ന സകല വിശ്വാസികളും നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വേദഗ്രന്ഥത്തിൽ അതുണ്ട് എന്നത് തന്നെയാണ് സാക്ഷ്യം. ഇവിടെ വഴിതെറ്റുക എന്നത് പ്രവർത്തന മണ്ഡലത്തിൽ പെണ്ണിറങ്ങിയാൽ വഴിതെറ്റുക എന്നതല്ല, മറിച്ച് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞത് ഖലീഫ എന്നത് ആണിനെ കുറിച്ചല്ല, ഖലീഫ എന്നത് മനുഷ്യനെ കുറിച്ചാണ്. മനുഷ്യൻ എന്നത് ആണല്ല, മനുഷ്യൻ എന്നത് ആണും പെണ്ണും അടങ്ങുന്ന മനുഷ്യ കുലത്തോടാണ് അള്ളാഹു സംവദിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതിന് ഇനിയും പെണ്ണ് എന്ന് പറയുന്നത് വഴിതെറ്റാൻ വേണ്ടിയല്ല പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരുപാട് ഇസ്ലാമിന് തന്നെ, സമുദായത്തിന് തന്നെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള അതിനുള്ള ഫലങ്ങൾ, പ്രതിഫലങ്ങൾ ഇന്ന് സമുദായം തന്നെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നുകർന്നു കൊണ്ടിരിക്കുന്നുണ്ട്, അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ ഇസ്ലാമുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം ചരിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ റഹ്മാവിത്ത പറഞ്ഞു, ആര് പെണ്ണ്, ആര് ആണ്, എന്താണ് നിന്റെ ബാധ്യത എന്നിടത്ത് സ്ത്രീയും പുരുഷനും എന്നതില്ല എന്ന് കാലങ്ങളായി നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം ചോദ്യത്തിൽ നിന്നും മാറി എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ ഇന്ന് സ്ത്രീയുടെ ആ നിലപാട് ഞങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ചോദ്യങ്ങളും ചിന്തകളും മാറണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും. മൂസാ നബിയോട് ഫിർഔനിന്റെ അടുത്തുപോയി സംവദിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ജമാഅത്തുകാർ മോഡിയുടെ അടുത്തുപോയി പ്രബോധനം നടത്തേണ്ടതല്ലേ? ചോദ്യത്തിന് മറുപടി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മോഡിയുടെ മുമ്പിൽ മാത്രമല്ല, ഇന്ത്യയിലെ 130 കോടി ജനങ്ങളുടെ മുമ്പിലും അതിന്റെ പ്രബോധനം നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കും, ഇനിയും നടത്തും. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി പഠിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നാലും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറാതിരിക്കുകയില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇന്ത്യയിലെ കഴിഞ്ഞുപോയ പ്രധാനമന്ത്രികൾക്കെല്ലാം ജമാഅത്തെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും എത്തിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കും. അതൊരു വീഴ്ചയും വരുത്തുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. റഹ്മാൻ സാഹിബിനോടാണ് അടുത്ത ചോദ്യം. ലോകത്തെ പല ഭീകര സംഘടനകളും മുസ്ലിങ്ങളുടേതാണ്. അവർ ബോംബ് സ്ഫോടനങ്ങളും അക്രമങ്ങളും സൃഷ്ടിക്കുന്നു. ബിൻ ലാദൻ, താലിബാൻ, ISIS എന്നിവ ഉദാഹരണം. എന്നിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് പലപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നത്. ഇത്തരം ന്യായീകരണങ്ങൾ ഭീകരതയെ പിന്തുണയ്ക്കലല്ലേ? ഒരു വിശദീകരണം ആഗ്രഹിക്കുന്നു. അമേരിക്കയിലെ ഒരു ഏജൻസി ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങൾ അതിൽ പിടിക്കപ്പെട്ടവരുടെ എല്ലാം കണക്ക് പരിശോധിച്ചപ്പോൾ 42%, ഞാൻ കണ്ട റിപ്പോർട്ടിൽ 43 എന്നുണ്ട് ശതമാനവും അത് ഇടതുപക്ഷ തീവ്രവാദികളാണെന്ന് കണ്ടു. രണ്ടാമത്തത് 36% വരുന്നത് ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണെന്നും കണ്ടു. മുസ്ലിങ്ങൾ 1-2% കണ്ടു. എന്നാൽ ഈ രാജ്യത്ത് നടക്കുന്ന പ്രോപ്പഗണ്ടയോ മുഴുവൻ സ്ഫോടനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ മുസ്ലിമുകളാണെന്ന്. ഇത് അത്രത്തോളം ശരിയാണ്. അതേപോലെ തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രചരണവും. എവിടെ നടന്നാലും അതിൻ്റെ പിന്നിൽ അൽ-ഖായിദ അല്ലെങ്കിൽ ISIS, അതുമല്ലെങ്കിൽ ബോക്കോ ഹറാം തുടങ്ങിയ സംഘടനകൾ. ഈ സംഘടനകളെല്ലാം ചെയ്യുന്നത് എല്ലാ മുസ്ലിം സംഘടനകളും തള്ളിപ്പറഞ്ഞതാണ്. ഒരൊറ്റ പണ്ഡിതനും ഇതിനനുകൂലമായി ഫത്വ നൽകുകയോ അത് ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല. അതേ അവസരത്തിൽ ഇതല്ലാത്ത പല ഭീകര പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയെല്ലാം നന്ന കവിഞ്ഞാൽ അവസാനം വരിക 85 ആളുകളെ നോർവേയിൽ വെടിവെച്ച് വന്ന മനുഷ്യനെക്കുറിച്ച് അവസാനപ്പെട്ടു അദ്ദേഹം മാനസിക രോഗിയായിരുന്നു. അമേരിക്കയിൽ നിന്ന് കിടക്കുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം വന്ന് അവസാനം കാണാം അയാൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. മുസ്ലിം ആണെങ്കിൽ പൂർണ്ണ സുഖം. ഈ അവസ്ഥ, ഈ പ്രോപ്പഗണ്ടയാണ് ഒന്നാമതായി നിർത്തേണ്ടത്. ഞാൻ അതിനെ ന്യായീകരിക്കല്ല. എവിടെ ആര് ഭീകരപ്രവർത്തനം നടത്തിയോ അത് 100% തള്ളിപ്പറയേണ്ടതാണ്. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ലോകത്തിലെ മുഴുവൻ സംഘടനകളെയും പ്രതികരിച്ച് 300ഓളം പണ്ഡിതന്മാർ പരിശുദ്ധ മക്കയിൽ 3 ദിവസം സമ്മേളിച്ച് അവസാനം പുറത്തിറക്കിയ കമ്മ്യൂണിക്കയിൽ പറയുന്ന കാര്യം, ഒരു മരം പോലും അന്യായമായോ അനാവശ്യമായോ വെട്ടിക്കളയുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഭീകരതയാണ്. അത്രത്തോളം ജീവനും സ്വത്തിനും മാത്രമല്ല മരങ്ങൾക്ക് പോലും പരിരക്ഷ നൽകുന്നതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്നിരിക്കെ ഇസ്ലാം ഒരിക്കലും ഈ ഭീകരതക്കോ തീവ്രവാദക്കോ ഉത്തരവാദിയല്ല. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചില ചെറുപ്പക്കാരും യുവാക്കളും ചില ഗ്രൂപ്പുകളുമൊക്കെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ISനെ കുറിച്ച് പറയുമ്പോൾ ഇറാഖ്, സിറിയ മേഖലയിലാണ് അത് വളർന്നു വന്നത്. അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. എന്നാൽ പോലും അമേരിക്ക തികച്ചും 100%, 200% വ്യാജമായ സംഹാരായുധങ്ങൾ സംഭരിച്ചു വെച്ചു എന്ന ആരോപണം ഉന്നയിച്ച് ഇറാഖിൽ ഇടപെട്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ മനുഷ്യജീവികളെ കൊന്നെടുക്കിയത് ഭീകരതയിലെ. ആ ഭീകരതയുടെ പ്രത്യാഘാതമായിട്ട് അവിടെ IS വളർന്നു. ഈ IS പോലും വളരാനുള്ള കാര്യം എന്താ? ഇറാഖിലെ സൈന്യത്തെ, അതിൽ നിന്ന് സുന്നികളായ മുഴുവൻ ആളുകളെയും പുറത്ത് പിരിച്ചുവിട്ടു. ഇറാഖിലെ സദ്ദാം ഹുസൈൻ വളർത്തിയ 2 ലക്ഷം വരുന്ന പട്ടാളത്തിൽ സുന്നികളായ മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ടു. തൽസ്ഥാനത്ത് ഷിയാക്കളെ മാത്രം നിയമിക്കാമെന്ന് തീരുമാനിച്ചു മാലികയുടെ ഭരണകൂടം. അവസാനം ഈ പിരിച്ചുവിട്ട പട്ടാളക്കാരാണ് ഗത്യന്തരമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടരാണ് ISന് വളമായി തീർന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോപ്പണ നടത്തുന്നതിനോട് യോജിക്കാനാവില്ല. ചോദ്യം: മദ്രസയിൽ നിന്ന് കുട്ടികൾ കൊണ്ടുവന്ന ഒരു നബിദിന ചോദ്യാവലിയിൽ ജുമുഅക്ക് പോകാൻ ഒരു സ്ത്രീ പ്രവാചകനോട് അനുവാദം ചോദിച്ചു. പ്രവാചകൻ അത് തടഞ്ഞു. പ്രവാചകൻ അനുവദിക്കാതെ ഈ കാര്യം നിർവഹിക്കുവാൻ എന്തിനാണ് സ്ത്രീകളെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഉള്ളവർ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. മറുപടി പറയുന്നത് PV റഹ്മാബി. ജമാഅത്തെ ഇസ്ലാമി എന്ന ദീനി പ്രസ്ഥാനം ഇസ്ലാം സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള എന്തൊക്കെയുണ്ടോ
കാലം കഴിഞ്ഞു പോരുന്നതിനനുസരിച്ച് അത് എന്തെല്ലാം പല താല്പര്യങ്ങളുടെയും പേരിൽ തടയപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം സ്ത്രീകൾക്ക് ലഭിക്കുന്ന തരത്തിൽ ദീനി അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ, നമുക്കറിയാം, സ്ത്രീകളുടെ എന്നല്ല, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ, സംഘടിത നമസ്കാരത്തിൻ്റെയും ജുമുഅ നമസ്കാരത്തിൻ്റെയും ഒക്കെ തന്നെ മഹത്വം എത്രത്തോളമാണ് എന്ന്. ഒരിക്കലും സ്ത്രീകളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും അവരുടെ ശാരീരികമായ മറ്റ് ആവശ്യങ്ങൾ വെച്ചുകൊണ്ടും പുരുഷന്മാരെ പോലെ ഒരിക്കലും ജുമുഅ നമസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല. അതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഈ മദ്രസയിൽ നിന്ന് കൊണ്ടുവന്ന ചോദ്യത്തിൽ കാണുന്ന ഒരു വശം വെച്ച് ഇത് മുഴുവൻ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. മക്കൾക്ക് ഈ ഉത്തരം കൊടുക്കണം. അതിലൂടെ സ്ത്രീകളുടെ മനസ്സിൽ മുഴുവൻ പതിയുകയാണ്. ഒരു സ്ത്രീ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പള്ളിയിൽ ജുമുഅക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ അവരോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസ്തുത സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് എന്ന് പറഞ്ഞു. പശ്ചാത്തലത്തിൽ നിന്ന് സംഗതികൾ എടുത്തുകൊണ്ട്, അതുതന്നെ ഈ ഒരു സംഭവം ബുഖാരിയിലോ മുസ്ലിമിലോ ഒന്നുമില്ലാത്ത, അഹ്മദും തൊബ്രാനിയും മാത്രം ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസിനെ മാത്രം എടുത്തുദ്ധരിക്കുകയും സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹദീസുകളെയും മറച്ചു വെച്ചുകൊണ്ട് മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി ഇതിനെ പ്രചരിപ്പിച്ചതിനെ വെളിച്ചത്ത് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി വിലക്കരുത്. അതുപോലെ തന്നെ ഇദ്നൻ നിസാഅ ഇലൽ മസാജിദി ബില്ലൈൽ, രാത്രിയിലടക്കം അവർ പള്ളിയിൽ പോവാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം കൊടുക്കണം. ഇത് ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തുർമുദിയും നസായിയും എല്ലാം തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളിൽപ്പെട്ടതാണ്. ഇതിൽ നിർബന്ധമുള്ള സംഗതിയല്ല, പക്ഷെ നിർബന്ധമാക്കാതിരുന്നത് പടച്ച തമ്പുരാന് സ്ത്രീകളോടുള്ള മഹത്തായ കാരുണ്യം കൊണ്ടാണ്. എന്നത് നിർബന്ധമാക്കിയിരുന്നെങ്കിൽ അവർ പ്രയാസപ്പെടും, മക്കളും ഗർഭിണികളും എല്ലാമാവുന്ന ഘട്ടത്തിൽ. പക്ഷെ ഇന്ന് ഇത് തടയിടുന്നതിലൂടെ പള്ളിയിൽ നിന്നുള്ള ഉത്ബോധനം പോലും കേൾക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഒട്ടേറെ അന്നു മുതൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ ഇരു ഹറമുകളിലും സ്ത്രീകൾ ജുമുഅക്ക് മാത്രമല്ല കഴിയുന്ന ജമാഅത്തുകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത് ഉംറക്കും ഹജ്ജിനുമൊക്കെ പോയ നമ്മൾ അനുഭവസ്ഥരാണ്. ഒരു വിലക്കും അതിനുണ്ടായിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ ചില ആളുകളെ വെച്ചുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് എന്നല്ല ഇന്നും ജോലിക്ക് പോകുന്നത് വരെ നമുക്ക് തടയേണ്ടി വരും. ചില ആളുകളുടെ സന്ദർഭം വെച്ച്, ചില സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്, അങ്ങനെയുള്ള ചിലത് എടുത്തുധരിച്ചുകൊണ്ടാണ് ഈ വിലക്കുകൾ ദൗർഭാഗ്യവശാൽ സമൂഹം വെച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും. ഒരു ഭാഗത്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാരം, മറുഭാഗത്ത് സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്തുകാർ, തബ്ലീഗുകാർ, AP വിഭാഗം, EK വിഭാഗം, ഷിയാക്കൾ, ദൈവബന്ദികൾ, സൂഫികൾ, ബറേൽവികൾ എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി വൈകാരികമായി തിരിഞ്ഞു നിൽക്കുന്നു. ഇവരുടെ ഐക്യശ്രമം ഏതെങ്കിലും രീതിയിൽ സാധ്യമാകുമോ? ചോദ്യങ്ങൾ എന്തൊക്കെ കോലത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു വശത്ത് മോഡിയും ഈ പിന്നെ പറഞ്ഞ മതസംഘടനകളും തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലോകത്ത് മനുഷ്യന്മാർ വ്യത്യസ്ത നിലപാടും കാഴ്ചപ്പാടും ഉള്ളവർ തന്നെ ആയിരിക്കും. ഇവിടത്തെ ജനാധിപത്യ വിരുദ്ധവും വർഗീയ മതനിരപേക്ഷ വിരുദ്ധവും ഒക്കെയായി
വളരെ അസഹിഷ്ണുത, ഈ സവർണത്തിൻ്റെ ഒരു വാക്ക് തന്നെ അസ്ക്യത എന്നതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ. ഈ പ്രവണതയുള്ള ആളുകളും അല്ലാത്തവരും ഒക്കെ കൂടി ഒന്നിക്കണം എന്ന ദിവാസ്വപ്നം ആരെങ്കിലും കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഈ രാജ്യത്ത് സമാധാനം കാക്ഷിക്കുന്ന, സ്വൈരജീവിതം ആഗ്രഹിക്കുന്ന, കൃത്യമായും ഒരു ദൗത്യമുള്ള മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്ന പ്രധാന കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുമോ? ഇത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവും റസൂലും ആ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള മാർഗം, മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടരുടെ പിന്നിൽ, എല്ലാവരും കൂടി മറ്റുള്ളതൊക്കെ പിരിച്ചുവിട്ട് വേറെ ഏതെങ്കിലും ഒരു കൂട്ടരുടെ പിന്നിൽ കൂടുക എന്ന് പറയുന്നത് സംഗതമല്ല. അള്ളാഹുവും റസൂലും കൃത്യമായ ഒരു ആഹ്വാനമാണ് ചെയ്തിട്ടുള്ളത്. ആ ആഹ്വാനം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനങ്ങളിൽ യോജിക്കാനാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. വലാ തഫറഖു എന്ന് മാത്രം പറയല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയല്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം, ഭിന്നിക്കരുത്. ഈ ദയൂബന്ദി, ഷിയ, സുന്നി, ബറേൽവി എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി പറയുന്ന വിഭാഗങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി യോജിക്കാവുന്നതും നിർബന്ധമായും യോജിക്കേണ്ടതുമായ പൊതു തത്വങ്ങളുണ്ട്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എറണാകുളം മദീന മസ്ജിദിൽ ഒരു ചോദ്യോത്തര പരിപാടിയിൽ മർഹൂം സേട്ട് സാഹിബ്, ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഉള്ള കാലത്ത്, ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, ഒരു 20-25 കൊല്ലം മുമ്പ് ഞാൻ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെതായ ഒരു വിശദീകരണം ഞാൻ നൽകി. അത് കഴിഞ്ഞപ്പോൾ സേട്ട് സാഹിബ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെയും വഖഫ് ബോർഡിൻ്റെയും മറ്റും വേദികളിൽ ജമാഅത്ത് നേതാക്കന്മാരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ പറയാറുള്ള കാര്യം, മുസ്ലിങ്ങൾക്കിടയിൽ വിയോജിപ്പിൻ്റെ ബീജങ്ങളെ ഉയർത്താനല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ ഉള്ള സുസമ്മതമായ യോജിപ്പിൻ്റെ തലങ്ങളെ ഉയർത്താനാണ് എഴുത്തുകാരും പ്രഭാഷകരും ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അള്ളാഹു ഒന്നാണ്, പ്രവാചകൻ ഒന്നാണ്, ഖുർആൻ ഒന്നാണ്, ഖിബില ഒന്നാണ്, അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ഈ ഉമ്മത്തിന്റെ ദൗത്യവും ഒന്നാണ്. ഈ അടിസ്ഥാനങ്ങളിൽ ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ യോജിക്കാം. അവരുടെ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളോ ഈഗോയോ മാത്രമാണ് അതിന് തടസ്സമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ യോജിപ്പിന്റെ സാധ്യതകളാണ് വിയോജിപ്പിന്റെ സാധ്യതകളെക്കാൾ ഏറെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ നമുക്ക് സമീപിക്കുകയും ഇതിൽ ശുഭപ്രതീക്ഷ വെക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യാം. ഒരു പ്രശ്നവും അതിലില്ല. അതിൻ്റെ മറ്റ് വേറൊരു ചോദ്യം കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഞാനൊന്ന് ഇടപെടാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ റഹ്മാബി ടീച്ചർ ഒരു വശം ഈ സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അവരുടേതായ ഒരു മറുപടി പറഞ്ഞു. സമയം ചുരുങ്ങിയത് കൊണ്ട് അവരതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വിട്ടു. ആ വിഷയത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ ഷാഫി ഇമാമിനെ ഷാഫി മദ്ഹബിൻ്റെ ആളുകളാണല്ലോ. ഷാഫി മദ്ഹബിൻ്റെ ഏറ്റവും ആധികാരികമായി കാണേണ്ട കിതാബ് ഇമാം ഷാഫിയുടെ കിതാബുൽ ഉമ്മാണ്. കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി പറയുന്നുണ്ട്, ولا أحب لأحد ممن له ترك الجمعة أن يصلي الظهر حتى ينصرف الإمام أو يتأخى انصرافه بأن يحتاط كأنه قد انصرف لعله يقدر على إتيان الجمعة فيكون إتيانها خيرا له. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, അടിമകൾ, അറസ്റ്റ് മൂലമോ മറ്റോ തടസ്സമുള്ള പുരുഷന്മാർ, കുട്ടികൾ, ഈ 4 കൂട്ടർക്കും ജുമാ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ അനുവാദമുണ്ട് എന്നാണ്. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കിപ്പോൾ ഇന്ന് മൂടില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഭാര്യ പറഞ്ഞേക്കാം, ഇന്ന് ഈ പോയിക്കോ, ഞാൻ ഇല്ല. ഏത് കൂട്ടുകാരനോട് അവൾ പറയാണ്, ഇപ്പോൾ അവൾക്ക് ജുമാ അന്ന് മൂടില്ല. നമുക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ? ഈ ഒരു വ്യത്യാസമാണ് ജുമായുടെ വിഷയത്തിലുള്ളൂ. ഇത് പറഞ്ഞിട്ട് ഇമാം ഷാഫി പറയാണ്, വലാ ഉഹിബ്ബു ലി അഹദിൻ മിമ്മൻ ലഹു തർക്കുൽ ജുമാ, ജുമാ ഒഴിവാക്കാൻ അനുവാദമുള്ള ഒരാൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അൻ യുസല്ലിയ ളുഹ്റ, അവർ ളുഹർ നമസ്കരിക്കുന്നത് ഹത്താ യൻസരിഫൽ ഇമാമു, ജുമാ പിരിയുന്നത് വരെ. ഒന്നുകിൽ ജുമാ പിരിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പോണത് കാണണം, ജുമാ കഴിഞ്ഞു. അതല്ലെങ്കിൽ സമയം നോക്കിയിട്ട് ഇപ്പൊ ജുമാ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഉറപ്പ് വരുത്തണം. എന്തുകൊണ്ട്? ലഅല്ലഹു യഖ്ദിറു അലാ ഇത്തിയാനിൽ ജുമാ, ഒരു പക്ഷേ ഇവൾക്ക് ജുമാക്ക് പോകാൻ പറ്റിയെങ്കിലോ ഫയകൂനു ഇത്തിയാനുഹ ഖൈറൻ ലഹു, അങ്ങനെയാണെങ്കിൽ ജുമാക്ക് പോകലാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ഇമാം ഷാഫിയുടെ പേരിൽ കിതാബുൽ ഉമ്മിൽ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ നിയൽ യുദ്ധം വസ്തുതകളെ അറിയാത്തത് കൊണ്ടല്ല, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകളെ എങ്ങനെയെങ്കിലും വലിച്ചഴിച്ച് വള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്ന നിലപാടിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് മുസ്ലിം ഉമ്മത്ത് അവരുടേതായ ദൗത്യം അങ്ങ് ഏറ്റെടുത്ത് നിറവേറ്റാൻ തുടങ്ങുമ്പോൾ ഇസ്ലാമിൽ എത്ര അളവിൽ സ്ത്രീക്ക് പള്ളി അനുവദിച്ചിട്ടുണ്ടോ അത്ര അളവിൽ അതുകൂടി അനുവദിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർ
വിഭാഗമെന്ന് ബാധ്യസ്ഥരാകേണ്ടി വരും ഭാവിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്ന സൂചകങ്ങൾ. ഈ മാതിരിയുള്ള കുരുട്ടുവിദ്യകളുമായി പ്രബുദ്ധമായ മുസ്ലിം വനിതകളുടെ മുമ്പിൽ ഈ പുരോഹിത വിഭാഗത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. താത്വികമായി സെക്യുലറിസം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സെക്യുലറിസത്തിന്റെ ആവശ്യകത ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു. ജമാഅത്തിന്റെ നിലപാട് ആദർശപരമായ വ്യതിയാനമാണ്. മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാജൻ മുക്കം, മറുപടി പറയുന്നത് ഒ അബ്ദുറഹ്മാൻ സാഹിബ്. ആകപ്പാടെ ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ സാധനം എന്താ? അത് യൂറോപ്പിലെ അതിൻ്റെ കൺസെപ്റ്റൊക്കെ പോട്ടെ, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ മതസ്ഥർക്കും തുല്യ പരിഗണനയും അവകാശങ്ങളും ലഭ്യമാവണം. അങ്ങനെയാണ് ഇന്ത്യൻ സെക്യുലറിസത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ സ്പിരിറ്റാണതാണ്. പലപ്പോഴും അത് ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളതാണ്. അപ്പോൾ ഇതാ തത്വം. ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും അനുഭവിക്കേണ്ടി വരരുത്. ഒരു പ്രത്യേകമായ പരിഗണനയും ഒരു മതത്തിൻ്റെയും അനുയായികൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ആർക്കാണ് യോജിപ്പ്? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് 1960-കളുടെ ആദ്യത്തിൽ തന്നെ അതിൻ്റെ ശൂറ യോഗം ചേർന്ന ശേഷം ഇന്ത്യൻ മതനിരപേക്ഷതയെ അംഗീകരിച്ചിട്ടുള്ളതാണ്. 1964-ൽ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന് പറയുന്ന എല്ലാ മുസ്ലിങ്ങളുടെയും പൊതുവേദി രൂപീകരിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ട് കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായിരുന്ന MP ആയിരുന്ന ഡോക്ടർ സെയ്ദ് മഹ്മൂദ് അദ്ദേഹം ഒരു കത്ത് എഴുതി മൗലാന അബുല്ലൈ സിസായിക്ക്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്നു. ആ കത്തിൽ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന്. അബുല്ലൈ സാഹിബ് അത് മറുപടി പറയുകയും താങ്കൾ വിവരിക്കുന്ന വിധത്തിൽ, അതായത് ആരോടും വിവേചനമില്ല എന്ന അർത്ഥത്തിലുള്ള സെക്യുലറിസം ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല, ഞങ്ങൾ അംഗീകരിക്കുമെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി ആ ഒരു സ്റ്റാൻഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിനെതിരാണെന്ന് പറയുന്ന സെക്യുലറിസം അതിപ്പോഴും എതിരെ തന്നെ. അതായത് മനുഷ്യന് ആവശ്യമുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക് സ്വകാര്യ ജീവിതത്തിൽ മതമനുസരിച്ച് ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം, അത്രയേ ഉള്ളൂ. ബാക്കി പൊതുജീവിതം മുഴുക്കെ, കുടുംബജീവിതം ഉൾപ്പെടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏക സിവിൽ കോഡിനുകൊണ്ട് വാദം തന്നെയും ആ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. കുടുംബജീവിതം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മതേതര നിയമങ്ങളാണ് വേണ്ടത്. അവിടെ മതനിയമങ്ങൾ പാടില്ല എന്ന് പറയുന്ന സെക്യുലറിസം ഇത് ഇസ്ലാമിനെതിരല്ലെങ്കിൽ പിന്നെ എന്താ? അപ്പോൾ ആ ഒരു കാര്യം വ്യത്യാസം മനസ്സിലാക്കാതെ സെക്യുലറിസത്തെ എതിർക്കുന്നു പറയും. ഒരു മുസ്ലിമായ മനുഷ്യന് അയാളുടെ കുടുംബം, സ്വത്തവകാശം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ പിന്നെ ആൾ മുസ്ലിമാവും. ആ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ തീർച്ചയായും അതിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് അംഗീകരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സെക്യുലറിസം എന്ന് പറയുന്നത് മതനിഷേധപരമായ, മതനിരാസപരമായ ഒരു സെക്യുലറിസം കൊണ്ടുവരികയും അതിനെ ജമാഅത്തെ ഇസ്ലാമി എതിർക്കുമെന്ന് പറയുന്നത് യോജിക്കാൻ കഴിയില്ല. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി അതിനെ എതിർക്കും. അതേ അവസരത്തിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രത്തിന് സെക്യുലറിസത്തിന് ആവശ്യമേ ഇല്ല. എല്ലാ വിഭാഗം പൗരന്മാർക്കും വിശ്വാസത്തോടു കൂടിയോ അല്ലാതെയോ അവിടെ സ്വതന്ത്രമായി ജീവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിര്യാതനാകുമ്പോൾ മദീന എന്ന് പറയുന്ന മാതൃക ഒന്നാമത്തെ ഇസ്ലാമിക സ്റ്റേറ്റിലെ അമുസ്ലിങ്ങൾക്കായിരിക്കും ഭൂരിപക്ഷം. എന്ത് കുഴപ്പമുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അവർക്കല്ല സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം നൽകിയില്ലേ? പലസ്തീൻ ഉമർ ഖത്താബിന്റെ കാലത്താണ് ഇസ്ലാമിന് കീഴടങ്ങുന്നത്. അദ്ദേഹം ആ നാട്ടിലെ ക്രിസ്ത്യാനികളായ ഭൂരിപക്ഷത്തെ അവിടെ ജീവിക്കാൻ വെച്ചെന്ന് മാത്രമല്ല, പൂർണ്ണ മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം എഴുതിയ കരാർ ചരിത്ര പ്രസിദ്ധമാണ്. ഇതൊന്നും സെക്യുലറിസത്തിന് കൊണ്ടുണ്ടായതല്ല, ഇസ്ലാമിൻ്റെ തന്നെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ ഉള്ളിടത്തോളം കാലം ഇസ്ലാമിന് വേറെ സെക്യുലറിസമോ ഹ്യൂമാനിസമോ അല്ലെങ്കിൽ സോഷ്യലിസമോ ഒന്നും തിരഞ്ഞു പോകേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഏതാനും ചോദ്യങ്ങൾക്ക് ഇനി സമയമുള്ളൂ, നമ്മൾ ചുരുക്കേണ്ടി വരും. ഒരു ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഒരു അവസരവാദ സംഘടനയാണ്. ഓന്തിനെ പോലെ അതിങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കും. എന്തിനാണ് ഇങ്ങനെ നിരന്തരമായി നിലപാടുകൾ മാറ്റുന്നത്? മറുപടി പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് ഖാരഖ്. ആ വിമർശനത്തെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവസരം മനസ്സിലാക്കാതെ, ദേശം മനസ്സിലാക്കാതെ, കാലത്തെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞ അർത്ഥം ആദർശം മാറൂല, ലക്ഷ്യവും മാറൂല, നയവും നിലപാടുകളും പരിപാടിയും മാറും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒന്നേപോലെ മാറുന്നുവെങ്കിൽ ആ മാർഗം പഠിപ്പിച്ചെന്നത് ഇസ്ലാമിൻ്റെ ആധികാരികരായ വക്താക്കൾ തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖലീഫ ഉമർ എന്ന കാലത്തും അബൂബക്കർ സിദ്ദീഖ് എന്ന കാലത്തുണ്ടായ ഒരു ചില മാറ്റം മാത്രം ഞാൻ
സമയപരിമിതികൾ മാത്രം സൂചിപ്പിക്കാം. അതിലൊന്ന്, അബൂബക്കറിന്റെ കാലത്തും നബിതിരിമയുടെ കാലത്തും മദ്യപാനിക്ക് ശിക്ഷ 40 അടി. പക്ഷേ ഉമറിൻ്റെ കാലത്ത് ആദ്യത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ നമ്മുടെ രാജ്യത്തെ കള്ളന്മാരെ പോലെ ജയിലിൽ പോകും, തിരിച്ചെന്ന് വീണ്ടും കക്കും. ചില ആളുകളെങ്കിലും പ്രവാചകന്റെ പാഠശാലയിൽ ഇസ്ലാമിക ശിക്ഷണശീലങ്ങൾ ഏറ്റുവാങ്ങാത്ത ചില ആളുകളെങ്കിലും മദ്യപാനത്തിന് 40 അടി വാങ്ങി വീണ്ടും പോയി കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പ്ലസ് 40 അടി, അങ്ങനെ 80 അടി പ്ലസ് മൊട്ടയടി തലായം. ഇപ്പോൾ അതിനോട് പറയുമ്പോൾ രസമുണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ തല മൊട്ടയടിക്കൽ സുന്നത്താണെന്ന് എഴുതിയത്. പിന്നെ ഞാൻ ഉമറിനെ കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായത് അത് സുന്നത്തല്ല, കള്ളുടിയാനുള്ള ശിക്ഷയാണ് എന്ന് മനസ്സിലായത് പിന്നെയാണ്. ഇതൊരു സംഭവമാണ്. ഇത് ഒറ്റ കാര്യമല്ല. ഖുർആൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധഭൂമിയുടെ അവകാശികളിൽ സ്വാഭാവികമായിട്ടും പട്ടാളക്കാർക്കുണ്ട്. പക്ഷെ ഉമർ എന്നതിൻ്റെ കാലത്ത് യുദ്ധഭൂമിയിലെ അവകാശം ചോദിച്ച് പട്ടാളക്കാർ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അന്ന് ഇറാൻ, ഇറാഖ്, സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ഈജിപ്ത് തുടങ്ങിയ ഭൂപ്രദേശങ്ങളെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഉമർ റളിയല്ലാഹു പറഞ്ഞു അത് നിങ്ങൾക്ക് തരില്ല. ഒരുപാട് കാരണമുണ്ട്, അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. കൊടുത്തില്ല. അത് ഇസ്ലാമിക സമൂഹം അംഗീകരിക്കുകയും ചെയ്തു. നന്നെ ചുരുങ്ങിയ മൗലികമായ 10 വിഷയങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു സ്വീകരിക്കാത്ത പുതിയ നയവും നിലപാട് സ്വീകരിച്ചിട്ട് അതിൽപ്പെട്ടതാണ് ബൈത്തുൽ മാൽ. നമ്മളിപ്പോൾ കലണ്ടറില്ല, ഹിജറ കലണ്ടർ. ഈ കലണ്ടർ ഉണ്ടാക്കിയ നബിതിരിമയല്ല, അബൂബക്കർ സിദ്ദീഖല്ല. ഉമർ റളിയല്ലാഹു കാലത്ത് ഹിജറ 16ാമത്തെ കൊല്ലത്തെ ആ കലണ്ടർ ഉണ്ടാക്കി. ബൈത്തുൽ മാൽ ഉണ്ടാക്കിയതും ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തിലെ ഈ സാഹചര്യത്തിന് ആവശ്യാനുസൃതമായ പുതിയ നയവും നിലപാടുകളും പരിപാടിയും സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനനുസൃതമായി വർഗീയ ഫാഷൻ ശക്തിപ്പെടുന്നതിനും ഒരു നിലപാട്, ശക്തിപ്പെട്ടപ്പെടുന്ന നിലപാട്, അതുപോലെ ഇന്ത്യയിലെ ജനാധിപത്യം ഭീഷണികൾ നേരിടുമ്പോൾ നിലപാട്, അല്ലാത്ത സന്ദർഭത്തിൽ നിലപാട്, ഇന്ത്യയിലെ ഒമ്പിച്ച തോതിൽ ഭീകര ആരോപണം ഉണ്ടാകുമ്പോൾ നിലപാട്. അങ്ങനെ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾക്കനുസൃതമായി നയനിലപാടുകൾ മാറും. മാറാത്തവരെ കാലം മാറ്റുമെന്ന് കേരളീയ മുസ്ലിം സമുദായത്തിന് അനുഭവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. കാലത്തെ കാത്തിരിക്കാതെ ഞങ്ങൾ സ്വയം തന്നെ മാറ്റം സ്വീകരിക്കുന്നു എന്നതാണ് സംശയം. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രസ്താവ്യമായ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിക രാഷ്ട്രമാണ് അതിൻ്റെ ലക്ഷ്യമെങ്കിൽ മതേതര ജനാധിപത്യ ഭാരതത്തിൽ അത് അസാധുവും മതേതര താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമല്ലേ? അത് സാധ്യമാണോ? മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഭരണഘടന. അതിൽ വേറെ ഒരു പാർട്ടിയും ഞാൻ കണ്ടില്ല ഇത് പൈസ കൊടുത്താൽ IPS കിട്ടും. അപ്പോൾ അതിൻ്റെ ലക്ഷ്യവും പറയുന്നുണ്ട്. അതിൽ ലക്ഷ്യം പാരത്രിക പ്രീതി സമ്പാദിക്കുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം. ഈ ലോകത്ത് പക്ഷേ ചെയ്യാനുള്ളത്, ഈ രാജ്യത്ത്, ലോകത്തെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്താണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. ഇതിന് നേടിയെടുക്കാനുള്ളത് ഇഖാമത്തുദ്ദീൻ ആണ്. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ സംസ്ഥാപനം ആണ്. അതെങ്ങനെയൊക്കെയെന്ന് അതിനകത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ആ ലക്ഷ്യമാണ് ജമാഅത്തെ ഇസ്ലാമി വെച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നതിൽ എന്താ പെടുക എന്നുള്ളതാണ്. അദ്ദീൻ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കാല്ല, അദ്ദീൻ. അദ്ദീൻ എന്താണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരേ ഒരു ദീനേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. അപ്പോൾ ഇസ്ലാമിനെ സംസ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എവിടെ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. ഒരു പ്രത്യേകമായ മണ്ഡലത്തിൽ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം വശങ്ങളുണ്ടോ അവിടെയൊക്കെ ഖുർആനിനും സുന്നത്തിനും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെയെല്ലാം അത് സംസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ 2 രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, ഇതിനെക്കുറിച്ച് അറിയാത്ത മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ സമാധാനപരമായി. രണ്ടാമത്തത്, ഇതേക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ അതേക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടിയുള്ള ഇസ്ലാം അവരുടെ സംസ്കരണ പ്രവർത്തനങ്ങൾ. ഈ 2 പ്രവർത്തനങ്ങളും വളരെ മുന്നോട്ട് പോവുകയും ഇസ്ലാം ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം ആളുകളുടെയും ഹിതമായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ബാക്കി ഭാഗം നടപ്പാക്കും. അത് സ്വാഭാവികമല്ലേ? അതിലെന്താ ഒരു പ്രശ്നം? അതേ അവസരത്തിൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നും പ്രായോഗികമല്ല എന്നും ഏറ്റവും അധികം അറിയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെയാണ്. എന്നാൽ പിന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമല്ല എന്ന് പറയണം. അതെങ്ങനെ പറയാം? ഇസ്ലാമിലെ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഖുർആനിലെ 288 ആയത്തുകൾ, സൂക്തങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിൽ രാഷ്ട്രീയമില്ലെന്നും ഇസ്ലാമിൻ്റെ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനം കൊള്ളുകയില്ലെന്നും വാദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഞാനല്ല, ജമാഅത്തെ ഇസ്ലാമിക്കലല്ല, പ്രശസ്ത പണ്ഡിതനായ അബ്ദുൽ വഹാബുൽ ഖല്ലാഫാണ്. 288 ആയത്തുകളെങ്കിലും വളരെ വ്യക്തമായി ഖുർആനിൽ
രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭരണവ്യവസ്ഥയെ സൂചിപ്പിക്കുന്നതായിട്ടുണ്ട്. അതൊക്കെ നിരാകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സെക്രട്ടറിസം തലക്ക് പിടിച്ചിട്ട് ഇതെല്ലാം മാറി വെച്ചുകൊണ്ട് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് നടക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധ്യമല്ല. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ ഘട്ടങ്ങളുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, ഈ നാട്ടിലെ ഭൂരിപക്ഷം, അടിവരയിട്ട് ഞാൻ പറയുന്നു, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ഭൂരിപക്ഷം ഇസ്ലാമിനെ മനസ്സാ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ മറ്റെന്തും, അതായത് ദൈവരാജ്യം പോലെയുള്ള അതിൻ്റെ മറ്റ് ലക്ഷ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്ഥാപിതമാവാൻ പോകുന്നുള്ളൂ, അത് നിലനിൽക്കാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ അടിയന്തരമായിട്ട് എന്തിന് പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ പോലും ഒരു ഭാഗമെങ്കിലും ഇസ്ലാമിന് ലഭിക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇസ്ലാം അപകടത്തിലാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി അന്നത്തെ സർവേന്ത്യാ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും അതിനെതിർത്തതാണ് ജമാഅത്ത്. ഒരിക്കലും ഈ രൂപത്തിൽ ഒരു രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരികയില്ല, സാമുദായിക രാഷ്ട്രം ഉണ്ടായേക്കും. പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ അങ്ങനെ ഒരു രാഷ്ട്രം സാധ്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ എതിർത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിൽ അത്രത്തോളം ഖേദം പ്രകടിപ്പിക്കാതെ ഒരു യോജിപ്പിനെ സ്വാഗതം ചെയ്യുന്നതിൽ ആത്മാർത്ഥത എത്രത്തോളമാണ്? ഇത് ഇരട്ടത്താപ്പല്ലേ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കും സാഹിബ് മറുപടി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സംഘടനകളുടെ ഏത് പിളർപ്പിലും അതീവ ദുഃഖിതരമാണ്, ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ 2 സംഘടനകൾ കൽപ്പറ്റയിലും കേരളത്തിലെ മറ്റൊരു ഭാഗത്തും സമ്മേളനം നടത്തിയപ്പോൾ പിളർന്ന ഉടനെ ചെയ്തതായിരുന്നു. ആ ഘട്ടത്തിൽ പ്രബോധനം വാരിക അതിൻ്റെ കവർ സ്റ്റോറിയായിട്ട് എഴുതിയത് അത് രണ്ടും ഒന്നായിക്കൂടെ എന്ന പിളർപ്പിലുള്ള അത്യധികം ദുഃഖവും വേദനയും അവിടെ പ്രയാസവും രേഖപ്പെടുത്തായിരുന്നു ആ ലേഖനം. മാത്രമല്ല, ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറായിരിക്കെ അദ്ദേഹം കൽപ്പറ്റയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ മുജാഹിദ് സംഘടനയുടെ ഐക്യത്തെക്കുറിച്ച് ശക്തമായി ആഹ്വാനം ചെയ്യുകയും സദസ്സത് കരഘോഷങ്ങളോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അത് ആ പരിപാടിയുടെ സൈറ്റിൽ ഏതാണ്ട് 1 മാസക്കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ മറ്റൊരു വിഭാഗത്തിന് മറുഭാഗത്തിൻ്റെ ഇടവണ്ണ ജാമ്യ നിലയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലും ഇതേ സംഭവം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇതേ കാര്യം തന്നെ അവിടെ വെച്ച് നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എപ്പോഴും അവരുടെ ഐക്യം ആഗ്രഹിക്കുന്നു. കാരണം ഒരുപാടുണ്ട്. വളരെ ചുരുക്കിയാണ് പറയുന്നെങ്കിൽ സമുദായത്തിൻ്റെ ഒരുപാട് സമയം, ഒരുപാട് സമ്പത്ത്, ഒരുപാട് അധ്വാനം പാഴാവാതിരിക്കുക. രണ്ടാമത് പൊതുസമൂഹത്തിൽ തെറ്റിയ പിറ്റേന്ന് ചെയ്യേണ്ട ഒരു പണിയുണ്ടല്ലോ, തമ്മിൽ തെറി പറയുക. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ പൊതുസമൂഹത്തിൽ വെച്ച് തെറി പറയുന്നത് ഇസ്ലാമിൻ്റെ, അവരുടെ മാത്രമല്ല ഇസ്ലാമിൻ്റെ പോലെ ഇമേജിനെ പ്രതിച്ഛായ മോശമാക്കും. അതുകൊണ്ടുകൂടി പല കാരണങ്ങളാലും മുജാഹിദ് സംഘടനകളുടെ പിളർപ്പിൽ ഏറെ ദുഃഖിതമാണ് ജമാഅത്ത് ഇസ്ലാമി. അതിന് യോജിപ്പിൽ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നു. കൂടുതൽ യോജിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നീ സന്ദർഭത്തിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതുപോലെ ഇനി 2 ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് അനുവദിക്കാൻ കഴിയുകയുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, എങ്കിലും നമ്മുടെ സമയം പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. മാധ്യമം മീഡിയ 1 മലർവാടി ഒരുപാട് സ്ഥാപനങ്ങൾ, ബൈത്തുൽ സക്കാത്ത്, സോൾഡാരിറ്റി തുടങ്ങിയ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും ജമാഅത്തെ ഇസ്ലാമി പൊതുസമൂഹത്തിൽ എന്തുകൊണ്ടാണ് സ്വീകാര്യത നേടാത്തത്? ഒ അബ്ദുറഹ്മാൻ സാഹിബ് മറുപടി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി പൊതുസമൂഹത്തിൽ സ്വീകാര്യം നേടിയില്ല എന്നാരാ പറഞ്ഞത്? തീർച്ചയായും. പക്ഷേ ഈ പത്രങ്ങളും ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്ന വിഭാഗം എത്ര പേരാണ്? ഇതെല്ലാം വായിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ്. ഇത്തരം ഈ ബുദ്ധിപരമായ നിലവാരത്തിലേക്ക് വന്നവർ സഹിഷ്ണുതയോടുകൂടി ഇതൊക്കെ വായിക്കാൻ ക്ഷമയോടുകൂടി ഇരിക്കുന്ന ആളുകൾ, അവരുടെ എണ്ണം കുറവാണ്. ആ വായിക്കുന്ന ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് എന്തെല്ലാം വിയോജിപ്പുകളുണ്ടെങ്കിലും നല്ല അളവിൽ അവർ ജമാഅത്തെ ഇസ്ലാമിയെ മതിപ്പോടുകൂടി കാണുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലമായത് നേരത്തെ ശ്രീ സുരേന്ദ്രനോട് സംസാരിച്ചില്ലേ, ശ്രീ എം നാരായണൻ സംസാരിച്ചപ്പോൾ തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞെന്താ, ഇത്തരം കാര്യങ്ങളിലോടെല്ലാം യോജിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ സഹിഷ്ണുതയോടുകൂടി വീക്ഷിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിൻ്റെയും സമൂഹത്തിനെയും ശത്രുവെന്ന് കരുതുന്ന പല കാര്യങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയോട് യോജിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പുറത്തുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്, ഇന്ന് കേരളം ഭരിക്കുന്ന LDF-ലുണ്ട്. പല പ്രശ്നങ്ങളും വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ടവരുമായി അവർ കൂടിയാലോചന നടത്തുന്നുണ്ട്. ഞാൻ വളരെ വിശേഷിച്ച ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരേ ഒരു സംഭവം, മാറാട് കലാപം നടന്നപ്പോൾ, 2ാം മാറാട് കലാപം നടന്നപ്പോൾ ആകെ വർഗീയ കലാപത്തിൻ്റെ വിഷാഗ്നി കോഴിക്കോടിനെ ഏറ്റവും ചുരുങ്ങിയത് ഗ്രസിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി കോഴിക്കോട്ട് വന്ന് ഗസ്റ്റ് ഹൗസിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ അന്നത്തെ KPC പ്രസിഡന്റ് മുരളീധരനുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുണ്ട്. അദ്ദേഹം വിളിച്ചു വരുത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ KA സിദ്ദീഖ് ഹസനെയും മാധ്യമത്തിൻ്റെ എഡിറ്റർ എന്ന ലേഖനെയുമാണ്.
അവിടെ വന്നതിന് ശേഷം അദ്ദേഹം എങ്ങനെയാണ് നമുക്ക് ഈ ഈ തീജ്വാല കെടുത്തിക്കളയാൻ കഴിയുക എന്ന് വിശദമായ ചർച്ച നടത്തി. ഞങ്ങളൊരു ഫോർമുല കണ്ടെത്തി. അതിനുശേഷമാണ് പിന്നെയുള്ള നീക്കങ്ങൾ ഉണ്ടായത്. ഇതെല്ലാം പുറത്ത് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിലും ശരി, ഉള്ളിലൂടെ ഈ എല്ലാ വിഭാഗങ്ങളുമായും രാഷ്ട്രീയമായിട്ടും അല്ലാത്തതുമായ എല്ലാ വിഭാഗങ്ങളുമായി ബന്ധം പുലർത്തുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മതിപ്പിനെയും സ്വീകാര്യം തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ വസ്തുതയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞ 75 കൊല്ലമായി എന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്രയും കാലമായിട്ട് ഒരു ബഹുജന പ്രസ്ഥാനമായി വളരാൻ കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖ സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ആ രംഗത്ത് ആ കമ്മി നികത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം സമ്മേളനങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനിപ്പിക്കുന്നു. ഏകദേശം 70,000-ഓളം ആളുകൾ ഇവിടുത്തെ ലൈവ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 7:30-8 മണിയൊക്കെ ആയിട്ടുള്ളൂ. അത്രയും ആയിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷേ നമുക്ക് സമയം അവസാനിക്കുകയാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഒട്ടേറെ ചോദ്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രസക്തമായ ആവർത്തനമില്ലാത്ത ചോദ്യങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ചിലതൊക്കെ കർമ്മശാസ്ത്രപരവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു പരിപാടിയുടെ ലക്ഷ്യം അതല്ല. അവസാനത്തെ ചോദ്യം ഷെയ്ഖ് മുഹമ്മദ് VT അബ്ദുള്ള കോയ തങ്ങൾ മറുപടി പറയുന്ന ഒരു ചോദ്യമാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയുകയല്ലാതെ തൗഹീദിനെ പറ്റി അതിൻ്റെ ഭരണഘടനയിൽ വല്ല സ്ഥലത്തും പറയുന്നുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥ തൗഹീദിലേക്കാണ് മുസ്ലിം സമുദായത്തെ ക്ഷണിക്കുന്നത്. ഞങ്ങളുടെ ദഅവത്തും തൗഹീദിലേക്കാണ്. പ്രത്യേകം ഒരു പേര് എഴുതിയത് ഒരു മുജാഹിദ് മുസ്ലിം എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതിയ പേരുകൾ നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. VT അബ്ദുള്ള കോയ സാഹിബ് മറുപടി പറയും. തൗഹീദിനെ സംബന്ധിച്ച ചോദ്യം, യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു ആരാധ്യനാണ് എന്നത് തൗഹീദിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. തൗഹീദിൻ്റെ കാമ്പും കാതലും അള്ളാഹു പരമാധികാരിയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ അബൂ താലിബിൻ്റെ അടുക്കൽ വന്ന് ഖുറൈശി പ്രമുഖന്മാർ പല ആക്ഷേപങ്ങളും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ഉപദേശിച്ച് ശരിയാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? ഞങ്ങൾ കാക്കക്കാരണവന്മാർ കഴിഞ്ഞ പോലെ നിങ്ങൾക്കും കഴിഞ്ഞാൽ പോരെ, ഈ എന്തിനാ ഈ വെറുതെ വിത്തിനും വസാദ് ഉണ്ടാക്കുന്നത് എന്ന മട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, പല റിപ്പോർട്ടുകളും കാണാം. എല്ലാ റിപ്പോർട്ടുകളും അടിസ്ഥാനപരമായി ഒരേ ആശയമാണ് പ്രതിനിധീകരിക്കുന്നത്. ഉരീദു ബിഹിം കലിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഉരീദു ബിഹിം കലിമ വാഹിദ ഇദാ ഖുൽതുമുഹാ തദീനു ലഹുമുൽ അറബ് വയുഅദ്ദി ഇലൈഹിമുൽ അജ്മു വൽ ജിസിയ. ഇവരെന്തിനാ എങ്ങനെ പുകിലുണ്ടാക്കുന്നത്? എന്ത് പ്രശ്നം? ഞാൻ ആകെ പറഞ്ഞത് ഉരീദു ബിഹിം കലിമ വാഹിദ. ഞാനൊരൊറ്റ കലിമത്തിന്റെ കാര്യമല്ലേ ഇവരോട് പറഞ്ഞത്? കലിമ വാഹിദ, ഒരൊറ്റ കലിമത്ത്. ഇദാ ഖുൽതുമുഹാ, ആ കലിമത്ത് പ്രഖ്യാപിക്കേണ്ടതുപോലെ പ്രഖ്യാപിച്ച് യഥോചിതം അവർ നിലപാടെടുത്താൽ തദീനു ലഹുമുൽ അറബ്, അറബ് അവർക്ക് കീഴ്പ്പെടും. അനറബികൾ അവർക്ക് വിധേയമായി പ്രവർത്തിക്കുന്നത് അവർക്ക് കാണാനാവുകയും ചെയ്യും. ഇവർ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് അവർ ജിസിയ നൽകുന്ന അവസ്ഥയിൽ അപ്പോൾ അറബും അനറബും നിങ്ങൾക്ക് കീഴ്പ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പ്രബോധകനായി അള്ളാഹു നിയോഗിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ തൗഹീദിനെ പറ്റി പറയുമ്പോഴാണ് ഈ പറയുന്നത്. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, കഴിച്ചു ബാക്കി എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. ആരാണ് ഇലാഹ്? ആരാണ് ഇലാഹ് എന്നതിന് ഖുർആൻ നൽകുന്ന വിശദീകരണം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിന്റെ ഉടമസ്ഥനാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആരാധനയിൽ പരിമിതമല്ല തൗഹീദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ വളരെ സന്തുലിതമായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ചത് കാണാൻ പറ്റും. അത് ഉറുദുവിലും ഇംഗ്ലീഷിലും അറബിയിലും ഇന്ത്യയിലെ ഏതാണ്ട് പ്രബല പ്രാദേശിക ഭാഷകളിലൊക്കെ ആ ഭരണഘടന നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടും, ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് വായിക്കാൻ സാധിക്കും. ഒന്ന് വായിച്ചു നോക്കാവുന്നതാണല്ലോ. അതിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം വിശദീകരിച്ചിട്ട് അർത്ഥം പറഞ്ഞിട്ട് 5 നമ്പറുകൾ ആദ്യം പറഞ്ഞിരിക്കുന്നു.
ഈ 5 നമ്പറുകളിൽ 4 നമ്പറുകളിൽ ആരാധനാപരമായ കാര്യത്തെക്കുറിച്ചാണ്. ഈ മുജാഹിദ് സുഹൃത്തുക്കൾ തൗഹീദ് 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 എന്ന് പറയുന്ന ഈ ആരാധനാപരമായ വശമുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഭരണഘടനയിലെ ആദ്യത്തെ 4 നമ്പറും പറയുന്നത്. പക്ഷെ 5ാമത്തെ നമ്പറിൽ പിന്നെ ഈ ആരാധനക്കപ്പുറത്തുള്ള അനുസരണത്തെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു വശവും കൂടി പറയുന്നു. ഇതും കൂടി ചേർന്നതാണ് ഇസ്ലാം, ഇതുകൂടി ചേർന്നതാണ് തൗഹീദ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി തൗഹീദ് പറയുകയല്ല, തൗഹീദിന്റെ സമഗ്രത ഊന്നി പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. തൗഹീദിന്റെ സമഗ്രത ഊന്നി പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. മതരാഷ്ട്രവാദം എന്നുള്ളത് എന്താണത്? അങ്ങാടി മരുന്നാണോ പൊറിമരുന്നാണോ എന്നറിയാതെ സാക്ഷാൽ പ്രവാചകന്റെ അനുചരന്മാരായ ആളുകൾ സെക്കുലർ അൾട്രാ സെക്കുലറിസ്റ്റുകളുടെ ആരോപണങ്ങളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പരിഹാസ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ തൗഹീദ് തന്നെയാണ് വിഷയം, തൗഹീദിലേക്ക് തന്നെയാണ് ക്ഷണിക്കേണ്ടത്, തൗഹീദ് തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പക്ഷേ ആ തൗഹീദ് അള്ളാഹു ആരാധ്യനാണ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഒരു ചെറിയ സാധനമല്ല. അത് ജീവിതത്തിൻ്റെ മുഴു വിഷയങ്ങളിലും അള്ളാഹുവിൻ്റേത് അവസാന വാക്കാകാവുന്ന വിധം പരമാധികാരിയായും യഥാർത്ഥത്തിൽ അനുസരിക്കപ്പെടേണ്ടവനായും സ്വന്തം നിലക്ക് അനുസരണം കിട്ടേണ്ടവനായും ആരാധനകൾക്ക് അർഹതയുള്ളവനായും അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക എന്നുള്ള ഒരു വിശാല ആശയമാണ്. ഈ ആശയമാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത്. അങ്ങനെയാണ് അറേബ്യയിൽ 23 വർഷങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചത്. അതിൻ്റെ ആവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ റബീഉൽ അവ്വലിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാടിപ്പുകഴ്ത്തുന്ന പ്രവാചകന്റെ ആ കർമ്മമണ്ഡലം നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നട്ടാൽ എന്ത് സംഭവിക്കുമോ അതാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾക്ക് ദൃശ്യമായിട്ടുള്ളത്. ആ വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല, ഉത്തരങ്ങളും അവസാനിക്കാൻ പോകുന്നില്ല. നമുക്ക് അന്വേഷണത്തിന്റെ പാതയിൽ ഒരുമിച്ച് മുന്നേറാം. ഏറ്റവും നല്ലതിലേക്ക് നമ്മെ സർവശക്തൻ വഴി നടത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.